ആറന്മുള വിമാനത്താവള പദ്ധതി വരുന്നതിന് ചർച്ചയുണ്ടാകുമെന്ന് അബിൻ വർക്കി. ഒരു ആറന്മുളക്കാരനും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തീരുമാനമെടുക്കുമെന്നും ആറന്മുളയുടെ തനതായ എല്ലാം സംരക്ഷിച്ചതുകൊണ്ട് ആയിരിക്കണം വിമാനത്താവളം വരേണ്ടതെന്നും അബിൻ വർക്കി പറഞ്ഞു. ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാകില്ല KSRTC എന്നും ആറന്മുളയിൽ ലാഭമല്ലാത്ത KSRTC സർവീസുകളും നടത്തുമെന്നും അബിൻ വർക്കി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിന് ഐതിഹാസികമായ വിജയമാണ് ആറന്മുളയ്ക്ക് നേടിക്കൊടുത്ത നിയുക്ത MLA അഡ്വക്കേറ്റ് അബിൻ വർക്കി കോടിയാട്ടിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിനയ ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി വരും. പക്ഷെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് അത്ര ശുഭകരമായ വാർത്തയല്ല. കാരണം ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കേണ്ട സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. എങ്ങനെയാണ് അതിനെ നോക്കുന്നത്? അല്ല, ഇത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു യൂഷ്വൽ പ്രൊസീജിയറാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്നു, അവര് MLA-മാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. ഞങ്ങൾ ഐകകണ്ഠേന കോൺഗ്രസ് പ്രസിഡന്റിന് ആ തീരുമാനം വിട്ടു. അപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് കൂട്ടായ ആലോചനയിലൂടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കും. ആ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും നിൽക്കും. അതങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രൊസീജിയറും. അപ്പൊ അതുവരെയുള്ള ഒരു കൺഫ്യൂഷൻസേ ഉള്ളൂ. ഇപ്പൊ തന്നെയാണെങ്കിൽ പത്രസമ്മേളനത്തിലെ മാതൃകാപരമായിട്ടുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത്. കാരണം ഫ്ലെക്സ് കീറുന്നതിനോട് യോജിപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് നമുക്ക് ആരുടെ വേണമെങ്കിലും ഫ്ലെക്സ് വെക്കാം, ഞാൻ അതിനെതിരല്ല. ഒരാളെ നമുക്ക് ഒരു നേതാവിനെ ഇഷ്ടമുണ്ടാവും, ആ നേതാവിന് അനുകൂലമായി ഫ്ലെക്സ് വെക്കുന്നത് തെറ്റല്ല. ഒരു നേതാവിനെ നമുക്ക് ഇഷ്ടമുണ്ടാവും, ആ നേതാവ് ഒരു സ്ഥാനങ്ങളിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, ആ നേതാവിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നതിന് തെറ്റില്ല. പക്ഷെ ഒരു നേതാവിന്റെ ഫ്ലെക്സ് വന്ന് മറ്റൊരാൾ കീറുക അല്ലെങ്കിൽ അതിനകത്ത് മറ്റത് ചെയ്യുക, അത് ശരിയല്ല. അതിന് ഞാൻ പൂർണ്ണമായി എതിരാണ്. നിങ്ങൾ എത്രമാത്രം വേണമെങ്കിലും ഏതൊക്കെ നേതാക്കന്മാരെ അവരുടെ ഗുണഗണങ്ങൾ പറഞ്ഞ് വാഴ്ത്തിപ്പാടുകയോ പുകഴ്ത്തുകയോ അവരെ പറ്റി ഫ്ലെക്സ് വയ്ക്കുകയോ സോഷ്യൽ മീഡിയയിൽ എഴുതുകയോ ഒക്കെ ചെയ്യുക. പക്ഷെ മറ്റൊരാളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയോട് ഞാൻ എതിർപ്പാണ്, എനിക്കെതിരാണ്. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ തെരഞ്ഞെടുപ്പ് വേളയിൽ അങ്ങോടൊപ്പം തന്നെ സഞ്ചരിക്കുകയും ഈ ആറന്മുള മണ്ഡലങ്ങളിലൊക്കെ പോയപ്പോഴേ വീണ്ടും ഇവിടെ ഒരു വിമാനത്താവളത്തിന്റെ ആവശ്യകത നമ്മളെ ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നുണ്ട്. അതിനോട് ചേർന്നതാണ് അവരിപ്പോൾ നടത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, ഒരു വിമാനത്താവളം ഒരു നാട്ടിൽ വരുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് ആ നാടിന്റെ സമ്പൂർണമായ വികസനത്തിന് ഏറ്റവും നല്ല ഒന്നാണ് വിമാനത്താവളം. പക്ഷെ ഒരു വിമാനത്താവളം വരുന്നു എന്നുള്ളത് കൊണ്ട് ആ നാട്ടിലെ ഒരു ജനങ്ങളും കഷ്ടപ്പെടരുത്, അതാണ് എൻ്റെ പോളിസി. അപ്പോൾ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ആ വിമാനത്താവളത്തിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് എനിക്ക് അറിയില്ല, അത് ഞാൻ പഠിക്കും. 2, ഒരു വിമാനത്താവളത്തിന് ഞാൻ എതിരല്ല. അതുകൊണ്ട് തന്നെ ഒരു ആറന്മുളക്കാരന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആ വിമാനത്താവളം പണിയില്ല. 3, എങ്ങനെ ഒരു എതിർപ്പുണ്ടാകാത്ത രീതിയിൽ, എങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നാടിന് ഗുണോപകാരപ്രദമായി ഒരു വിമാനത്താവളം കൊണ്ടുവരാം എന്നതിനെ പറ്റി ചർച്ച ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. അവസാനമായിട്ട് ആ വിഷൻ എങ്ങനെയാണ്? അത് നമ്മൾ വിഷൻ ആറന്മുള 2050 എന്നൊരു പദ്ധതിയാണ്. അത് ആറന്മുളയിലെ 12 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കേന്ദ്രീകരിച്ചുള്ള വികസന സെമിനാറുകൾ നടത്തും. ആ വികസന സെമിനാറിനോടെ ഉയർന്നു വരുന്ന ആ ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് വിഷൻ ആറന്മുള 2050 എന്ന ഒരു പദ്ധതി രൂപരേഖ ഉണ്ടാക്കും. അതിനനുസരിച്ചായിരിക്കും MLA-യുടെ പ്രവർത്തനവും സർക്കാരിന്റെ പ്രവർത്തനവും ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ MLA-യുടെ പ്രവർത്തനവും സർക്കാരിന്റെ പ്രവർത്തനവും കൂടി യോജിപ്പിച്ചുകൊണ്ടായിരിക്കും വിഷൻ 2050 MLA കടന്നു പോകുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.